വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ടെന്നും നേരത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം നേരത്തെ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത്. അത് പഠന വിഷയമാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നും ആശങ്കയാണ്. എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നു, എത്ര പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോഴും ആധിയാണ് ഭയപ്പെടുത്തുന്ന മുല്ലപ്പെരിയാർ. സമ്പൂർണ്ണ കവറേജ് വ്യാഴാഴ്ച ന്യൂസ് 18 കേരളത്തിൽ. വിലങ്ങാടിന് സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വിലങ്ങാട് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പകരം ലഭ്യമാക്കും. മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ദുരന്തബാധിത പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമെ വനം, പൊതുമരാമത്ത്, ജലവിഭവം, കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു. തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിക്കാനായി 4 കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ 100ഓളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണത് പൂർത്തിയാക്കിയത്. അതോടൊപ്പം 4 കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്. ഉരുൾപൊട്ടലില് രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കും.